നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴത്തെ +1 കഴിഞ്ഞിട്ട് +2 പോകുന്ന കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു +1. നമുക്ക് +1 ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, ഓർമ്മയില്ല താനും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല +2. പക്ഷെ +2 ഫിസിക്സ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കാരണം ഇലക്ട്രിസിറ്റിയും ഒപ്റ്റിക്സ് ലൈറ്റും മാഗ്നറ്റിസവും ഇങ്ങനെയൊക്കെ ഇലക്ട്രോണിക്സും എല്ലാം ചേർന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫിസിക്സ് ആണ് യഥാർത്ഥത്തിൽ +2 ഫിസിക്സ്. നല്ല പോലെ ബേസ് മുതൽ കൺസെപ്റ്റ് എല്ലാം നല്ല പോലെ ക്ലിയർ ആയാൽ +2 ഫിസിക്സ് വളരെ സിമ്പിളാണ്. നന്നായിട്ട് മാത്സ് സ്കോർ ചെയ്യാം. അത് സ്റ്റേറ്റുകാരാണെങ്കിലും CBSE-കാരാണെങ്കിലും. ആദ്യം നമുക്ക് വേണ്ട എന്താണ്, നല്ല പോലെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്തിനാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് നമ്മൾ ചോദിക്കത്തില്ലേ. അതായത് കൃത്യമായിട്ടും മനസ്സിലാക്കി പഠിച്ചാൽ പക്കയാണ് നമുക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് അത് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഭയങ്കര ടഫാണ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്, ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. ആ യൂണിറ്റിൽ 2 ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്ട് ഇവിടെ എഴുതിയിട്ടേക്കുന്നതാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും ആണ്. അതിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് അത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് പഠിപ്പിക്കുന്നത്. അതായത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നാണ്. അന്നേരം ചാർജസ് റെസ്റ്റിലാണെങ്കിൽ ആ സ്റ്റഡിയെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെയാണ് നോക്കണം. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ നിങ്ങൾ ഓക്കെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അന്നേരം വെൻ ദി ചാർജസ് ആർ അറ്റ് റെസ്റ്റ് then the study is called electrostatics or static electricity. അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. അന്നേരം ചാപ്റ്റർ ആ യൂണിറ്റിൻ്റെ പേര് നമ്മൾ കൃത്യമായിട്ട് അറിയാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് ചോദിച്ചാൽ പടാന്ന് പറയണം. when the charges are at rest then the study is called electrostatics or static electricity. ഇതിനകത്ത് ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം എന്ന് പറയുന്നത് ചാർജാണ്. ചാർജ് ഡിനോട്ട് ചെയ്തിട്ട് സ്മോൾ ക്യൂ വേണം, ക്യാപിറ്റൽ ക്യൂ ഡിനോട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്മോൾ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. എന്ത് ചാർജ് എന്ന് പറഞ്ഞു, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ചാർജസ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ പറയുന്ന പേരാണ് എന്ത്, ചാർജ്. വാട്ട് ഈസ് മീൻ ചാർജ്, ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ചാർജ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ക്യൂ ആണ്. 2 തരം ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറുതാണെങ്കിലും നിസ്സാരമല്ല. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. 2 പോസിറ്റീവ് ചാർജ് തമ്മിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് തമ്മിൽ ചേരുമ്പോൾ നമുക്കിതിനെ ഒരുപോലുള്ള ചാർജസ് ആയിട്ട് നമുക്ക് ലൈക്ക് ചാർജസ് എന്ന് പറയാം. ലൈക്ക് ചാർജസ്. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, അൺലൈക്ക് ചാർജസ് എന്ന് പറയാം. അതിനെ വളരെ സിമ്പിളായിട്ട് പറയാം, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, വികർഷിച്ചു പോകും. ആൻഡ് അൺലൈക്ക് ചാർജസ്, നമ്മളൊരു ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പ്രാക്ടിക്കൽ ഓംസോയും മീറ്റർ പിടിച്ചും പൊട്ടൻഷ്യോമീറ്ററും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളൊരു സാധാരണ ടോർച്ചിലൊരു ബാറ്ററി ഇട്ടാലും പോസിറ്റീവ് നെഗറ്റീവ് എന്നോട് ചേരുമ്പോഴേ നമുക്കവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കിട്ടത്തുള്ളൂ. അന്നേരം ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അതുകൊണ്ട് ഞാൻ നമ്മൾ എഴുതുകയാണ് പോയിന്റ്. ലൈക്ക് ചാർജസ് എന്താണ്, റിപ്പൽ ഈച്ച് അതർ ആൻഡ് ഇതിൻ്റെ എല്ലാം നല്ല സിമ്പിൾ ആയിട്ടുള്ള PDF നോട്ട്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അതോട് മനസ്സിലാവും, ഓക്കെ ആവും. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. വളരെ കൺസെപ്റ്റ് സിമ്പിൾ അല്ലേ. ഇനി വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ചാർജ്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുവാ, SI യൂണിറ്റ്. എന്താണ് ചാർജിന്റെ SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് പലർക്കും അറിയാം, കൂളംബ്. COULOMB. കൂളംബ് എന്ന് പറയുന്നത് കൂളംബ്. ഡിനോമിനേറ്റർ C ആണ്. ഇത്രയും കാര്യങ്ങൾ ചാർജിനെ കുറിച്ച് ഓർത്തിരിക്കണം. The flow of electrons is known as charges. There are two kinds of charges are there, positive charge and a negative charge.
like charges repel each other and unlike charges attract each other. The standard unit of electric charge is coulomb. ഇനി പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ നിങ്ങളുടെ 2023 ഞാൻ എപ്പോഴും പറഞ്ഞു സ്റ്റേറ്റുകാരും CBSE-കാർക്കും സെയിം സിലബസ് തന്നെ, ന്യൂമറിക്കൽസ് എക്സ്ട്രാ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ CBSE. 2020 ചോദിച്ചാൽ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രധാനമായും 4 പ്രോപ്പർട്ടീസ് ആണ്. 1 ഇങ്ങനെ തന്നെ പഠിക്കണം. എന്തെങ്കിലും സംശയം ചോദിച്ചേക്കണേ, കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കമൻറ്റും ഇടാം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലെന്ന് കമൻറ്റ് ഇട്ടു, ധൈര്യമായിട്ട് ഇട്ടു കേട്ടോ, മാഷിനൊരു പ്രശ്നമില്ല. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആദ്യത്തെ പ്രോപ്പർട്ടിയാണ്. 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ലൈക്ക് ചാർജസ് റിപ്പൽഷൻ ഒരു ഫോഴ്സാണ്. ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ഷൻ ഒരു ഫോഴ്സാണ്. അന്നേരം ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് നിങ്ങൾക്ക് തന്നെ എഴുതാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആർ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. എന്ത് സിമ്പിൾ, ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞു. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. അന്നേരം ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഏതൊക്കെയാണ്? അട്രാക്ഷനും റിപ്പൽഷനുമാണ്. ഓക്കെയാണേ. അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡിറ്റിവിറ്റി. കേൾക്കുമ്പോൾ ഞെട്ടരുത്, ഒന്നുമില്ല. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് സിംപ്ലി മീൻസ് അഡീഷൻ ഓഫ് ചാർജസ്. ചാർജുകൾ കുറേ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അഡിറ്റിവിറ്റി. ഇപ്പം കുറേ ചാർജസ് ഉണ്ട്, Q1, Q2, Q3 അങ്ങനെ Qn വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ ടോട്ടൽ ചാർജിനെ ഞാൻ Q is equal to Q1 plus Q2 plus Q3 plus up to Qn. ഇത്രയേ ഉള്ളൂ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. 2 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ചു. ആദ്യത്തത് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. 2 അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് സിംപ്ലി മീൻസ് അഡീഷൻ ഓഫ് ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ആണ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ Q is equal to Q1 plus Q2 plus Q3 plus up to Qn. പറഞ്ഞല്ലേ. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി. 4 പ്രോപ്പർട്ടി ഉള്ള ആകെ. മൂന്നാമത്തെ പ്രോപ്പർട്ടി പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കാം. കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒരു ചാർജിന്റെ റൂൾ പോലാണ് കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ് കോണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നത്? അക്കോർഡിംഗ് ടു കോണ്ടൈസേഷൻ ഓഫ് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ്. Q is equal to charge of a body is always നമ്മൾ Q is equal to an integral multiple എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 അപ് ടു എക്സെട്ര. അന്നേരം അക്കോർഡിംഗ് ടു കോണ്ടൈസേഷൻ ഓഫ് ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. എന്തോടി ഫണ്ടമെന്റൽ ചാർജ് എന്നോ? ഇതിനകത്തിപ്പോൾ കാണുന്നവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഫണ്ടമെന്റൽ ചാർജ് എന്തോടി? തീയായിട്ട് പറഞ്ഞേ. ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് ഡിനോട്ട് ലെറ്റർ സ്മോൾ ഇ ആണ്. ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയുന്നത് ദി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. അന്നേരം Q is equal to പ്ലസ് ഓർ മൈനസ് NE. അത് ഞാൻ ഒന്നുകൂടെ കോണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയാണ്. അക്കോർഡിംഗ് ടു കോണ്ടൈസേഷൻ ഓഫ് ചാർജ് ഓഫ് എ ബോഡി Q is always an integral എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെന്റൽ ചാർജ്. ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ആ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ വാല്യൂ ഉണ്ട്. പരീക്ഷയ്ക്കൊന്നും തന്നില്ലെങ്കിലും പ്രോബ്ലത്തിൽ നിങ്ങൾ കാണാതെ 1.6 × 10⁻⁻19 കൂളംബ്. 1.6 × 10⁻⁻19 കൂളംബ്. സോറി. കോണ്ടൈസേഷൻ ഓഫ് ചാർജ് ക്ലിയർ ആണ്. പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ഓർ മൈനസ് NE എന്നല്ലേ. പ്രോബ്ലം വരുമ്പോൾ Q is equal to NE മാത്രം എടുത്താൽ മതി. പ്രോബ്ലത്തിൽ പ്ലസ് ഓർ മൈനസ് നമുക്ക് വേണ്ട. ഓക്കെ. അടുത്ത നാലാമത്തെ ലാസ്റ്റ് പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ചിലരുടെ മനസ്സിലെങ്കിലും, ചിലരുടെ മനസ്സിലൊന്നും വരത്തില്ല, ചിലരുടെ മനസ്സിൽ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വന്ന് കാണും. അന്നേരം കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജ് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്നാൽ ഒരേ സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്തുമായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും.
ഇതാണ് 4 ബേസിക് പ്രോപ്പർട്ടീസ്. എന്ന കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയൊക്കെയുള്ള ഫിസിക്സ് ഇതിനെ പല രീതിയിലുള്ള ഡെറിവേഷൻ ആക്കുന്നു, പല രീതിയിലുള്ള എസ്സേ ആക്കുന്നു. ഞാനൊരു സിമ്പിൾ ടോപ്പിക് എടുത്തെന്ന് പറഞ്ഞിട്ടില്ല, ഇതുപോലാണ് എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ ഹമ്പിൾ. കാരണം ഇന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, എന്താണ് ചാർജ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, വാട്ട് ആർ ദി ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചു, 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇങ്ങനെ ഓരോ പോർഷൻസും സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ച് നിങ്ങളൊരു 10 മിനിറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ മറക്കത്തില്ല. പിന്നെ പരീക്ഷയുടെ തലേദിവസം നോക്കിയാലും മതി, 100%. അപ്പം നിങ്ങളിത് ബാക്കിയുള്ള ഈ കാണുന്ന കുഞ്ഞുങ്ങൾ, ബാക്കിയുള്ള നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും സിമ്പിളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ല മാഷ് പറയത്തില്ല അയ്യോ അത് ഭയങ്കരമാണ് സംഭവമാണ്, അങ്ങനല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യും. മനസ്സിലായില്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഭാഷയാണ്. അന്നേരം ധൈര്യമായിട്ട് പഠിക്കാം. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഒക്കെ വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ പരസ്യവാചകങ്ങളൊന്നുമില്ല. പക്ഷേ ക്വാളിറ്റി സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, സൂപ്പറായിട്ട് ക്ലാസ് എടുത്ത് തരും. അന്നേരം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് ഫിസിക്സ് ആണ് ഇതുപോലെ പഠിച്ച് ക്ലിയർ കട്ടായിട്ട് പഠിച്ച് നല്ല അടിപൊളി മാർക്ക് പഠിക്കുക. അന്നേരം ഇനിയും ക്ലാസ്സുകളായിട്ട് വരും. അന്നേരം ഫിസിക്സ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറയുക. മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെവർ എവർ ഗിവ് അപ്പ്.